ഈ സമയം ഓടിപ്പോകുന്ന പാറു കൈ കഴുകാൻ വേണ്ടി പൈപ്പ് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് അതിന് കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. കയ്യിലെ വേദന കൊണ്ട് പാറു കരയുകയാണ്. പാറുവിന്റെ കരച്ചിൽ കേട്ട് അവിടെ ശങ്കർ വരുന്നു. ശങ്കറിനെ കാണുന്ന പാറു കൈ മറച്ചു വെക്കുകയാണ്. പാറുവിന്റെ അടുത്ത് വരുന്ന ശങ്കർ പാറുവിനോട് എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പാറു ഒന്നും പറയാതെ കൈ പുറകിൽ ഒളിച്ചു വെച്ച് നിൽക്കുന്നത് കാണുന്ന ശങ്കറിന് ഡൗട്ട് തോന്നുകയാണ്. ശങ്കർ പാറുവിനോട് കൈ എന്തിനാണ് മറച്ചു വെച്ചിരിക്കുന്നത്, കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുകയാണ്. പാറു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ നിർബന്ധിച്ച് പാറുവിന്റെ കൈ പിടിച്ച് നോക്കുകയാണ്. രണ്ട് കൈ മുറിഞ്ഞിരിക്കുന്നത് കാണുന്ന ശങ്കർ ടെൻഷനോടെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പാറു ഒന്നും ഇടാതെ നിൽക്കുന്നത് കാണുന്ന ശങ്കർ ഇവിടെ തന്നെ നിൽക്കണം, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ശങ്കർ അവിടെ നിന്നും പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് മുറിയിലിടാനുള്ള മരുന്നുമായി വരുന്ന ശങ്കർ പാറുവിന്റെ കൈ കഴുകി മരുന്നിട്ട് കൊടുക്കുകയാണ്. വേദനിക്കുന്നുണ്ടെങ്കിൽ ശങ്കർ മരുന്നിട്ട് കൊടുക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ശങ്കറിനെ നോക്കി നിൽക്കുകയാണ് പാറു. ശേഷം രക്ഷാബന്ധ ചടങ്ങ് നടത്താൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ബബ്ലി ശങ്കറിന് രാഗി കെട്ടി കൊടുത്തിട്ട് ജ്യോതിക്കും ബബ്ലി രാഗി കെട്ടി കൊടുക്കുകയാണ്. അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു. ബബ്ലിക്ക് ഗിഫ്റ്റായി ശങ്കർ കുറെ ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഈ സമയം കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഗി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ രാഗി ഊരി കളയാൻ ജ്യോതി നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന ബബ്ലി കാണുന്ന ജ്യോതി എനിക്ക് നീ തന്ന രാഗി വേണ്ട എന്നും പറഞ്ഞ് ബബ്ലിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കണ്ട് വിഷമിച്ച് ബബ്ലി നിൽക്കുമ്പോൾ അവിടെ വരുന്ന പാറു ബബ്ലിയോട് എന്നെയും ഏട്ടത്തി എന്നല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പാറു രാഗി കെട്ടാൻ വേണ്ടി കൈ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷം തോന്നുന്ന ബബ്ലി പാറുവിന് രാഗി കെട്ടി കൊടുക്കുകയാണ്. ഇതെല്ലാം മോഹിനി കാണുന്നു. അത് കാണുന്ന മോഹിനി എല്ലാ പ്ലാനും ഫെയിൽ ആവുകയാണ്. ഈ പ്ലാനെങ്കിലും പാസ്സാകണമെന്ന് മനസ്സിൽ പറഞ്ഞ് മോഹിനി മാന്ത്രശക്തി പ്രയോഗിച്ച് ബബ്ലി കെട്ടുന്ന രാഖിയുടെ കെട്ട് ടൈറ്റ് ആക്കുകയാണ്. വേദന തോന്നുന്ന പാറു ബബ്ലിയെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് വേദന സഹിച്ച് നിൽക്കുകയാണ് പാറു. രാഖി കെട്ടിയ സന്തോഷത്തിൽ ബബ്ലി അവിടെ നിന്ന് പോവുകയാണ്. സമയം കയ്യിലെ കെട്ട് ടൈറ്റ് ആയതുകൊണ്ട് പാറുവിന്റെ കൈ നീല നിറത്തിലാവുകയാണ്. വേദന കാരണം നൂല് മുറിക്കാമെന്ന് തീരുമാനിക്കുകയാണ് പാറു. മറുവശത്ത് മോഹിനി തന്റെ മാന്ത്രിക മുടിയെ വരുത്തിയിട്ട് മാന്ത്രിക മുടിയോട് ഈ പാലസിലെ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ആ പാലസിലെ എല്ലാ റൂമുകളിലും കിച്ചണിലും പോയി കത്തിയും സിസേഴ്സും പോലുള്ള എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് മാന്ത്രിക മുടി. ഇതെല്ലാം കാണുന്ന മോഹിനി ഒരിക്കലും മോഹിനി തോൽക്കില്ല എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് മോഹിനി. ഈ സമയം പാറു കയ്യിലെ കെട്ട് പൊട്ടിക്കാൻ വേണ്ടി എല്ലാ റൂമുകളിലും കിച്ചണിലും പോയി നോക്കുകയാണ്. ഒരിടത്തും ഒന്നും കാണാത്തത് കൊണ്ട് കയ്യിലെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും വിഷമിച്ച് നിൽക്കുകയാണ് പാറു. തുടർന്ന് സൗദാമിനി പാറുവിനോട് ബബ്ലിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന പാറു കൈ ആരും കാണാതിരിക്കാൻ വേണ്ടി ഷോൾ കൊണ്ട് മറച്ചു വെക്കുകയാണ്. ഇതേ സമയം ശങ്കർ ജ്യോതിയുടെ കയ്യിൽ രാഖി കാണാത്തത് കൊണ്ട് ആ കാര്യം ജ്യോതിയോട് ചോദിക്കുമ്പോൾ മിസ്സായി, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ രാഖി അന്വേഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ബബ്ലി സത്യം പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കുന്ന ജ്യോതി അവിടെ നിന്ന് ബബ്ലിയെ അന്വേഷിച്ച് പോവുകയാണ്. ബബ്ലിയെ കാണുന്ന ജ്യോതി ബബ്ലിയോട് രാഖി തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ബബ്ലി ജ്യോതി നല്ല ഏട്ടത്തിയല്ല എന്നും പാറുവാണ് നല്ല ഏട്ടത്തിയെന്നും അതുകൊണ്ട് രാഖി പാറു ഏട്ടത്തിക്ക് കെട്ടിക്കൊടുത്തു എന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന പാറുവിനെ ജ്യോതി സ്റ്റോർ റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് രാഖി തിരിച്ചു കൊടുക്കാൻ ജ്യോതി പറയുമ്പോൾ അത് കേൾക്കുന്ന പാറു കെട്ട് ഊരി എടുക്കാനും പൊട്ടിക്കാനും കഴിയുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ജ്യോതി പാറുവിന്റെ കൈ മുറിച്ചിട്ടാണെങ്കിലും രാഖി എടുക്കുമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ജ്യോതി ഒരു മഴു എടുത്ത് പാറുവിന്റെ കൈ വെട്ടാൻ നിൽക്കുകയാണ്. ജ്യോതിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ട് പേടിച്ച് കരയുകയാണ് പാറു. ഈ സമയം രാഖി അന്വേഷിച്ച് നടക്കുന്ന ശങ്കർ പാറുവിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. പാറുവിന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ശങ്കർ ഓടിപ്പോവുകയാണ്. അപ്പോൾ ജ്യോതി പാറുവിന്റെ കയ്യിൽ വെട്ടുന്നതും ആ സമയം അവിടെ വരുന്ന ശങ്കറിന്റെ കയ്യിലാണ് ആ വെട്ട് വീഴുന്നത്. ദേഷ്യം വരുന്ന ശങ്കർ ജ്യോതിയുടെ കയ്യിൽ നിന്നും മഴ പിടിച്ചു വാങ്ങിയിട്ട് ജ്യോതിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ആ കാര്യം കേൾക്കുന്ന ജ്യോതി പാറുവിന്റെ കയ്യിൽ നിന്നും രാഖി വേണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ രാഖി എടുക്കാൻ കഴിയാത്തത് കൊണ്ട് പാറുവിന്റെ കൈ മുറിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചീപ്പായി പോയോ ജ്യോതി എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ശങ്കറിന്റെ കയ്യിൽ നിന്നും ബ്ലഡ് വരുന്നത് കാണുന്ന പാറു ഷോൾ കീറി കയ്യിലേക്ക് മുറിവ് കെട്ടിക്കൊടുക്കുകയാണ്. അത് കാണുന്ന ജ്യോതി ശങ്കറിനോട് ഒരു ജോലിക്കാരിക്ക് വേണ്ടി എന്തിനാണ് ശങ്കർ കൈ മുറിച്ചതെന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ ദേഷ്യത്തോടെ പാറുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ജ്യോതി.